മടത്തിലമ്മമാർക്ക് ജാമ്യം, വിഷപ്പന്മാർക്ക് ആശ്വാസം. അങ്ങനെ ഛത്തീസ്ഗഡിലെ ദുർഗിൽ മനുഷ്യക്കടത്തും മതപരിവർത്തനവും ചുമത്തി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരുന്ന 2 മടത്തിലമ്മമാർക്കും ഇന്ന് രാവിലെ ഉപാധികളോടെ ജാമ്യം ലഭിച്ചു. ബിലാസ്പൂർ NIA കോടതിയാണ് കണ്ണൂർ തലശ്ശേരി ഉദയഗിരി ഇടവകയിൽ നിന്നുള്ള വന്ദന ഫ്രാൻസിസ്, അങ്കമാലി എളവൂർ ഇടവാംഗം പ്രീതി മേരി എന്നിവർക്ക് ജാമ്യം അനുവദിച്ചത്. പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് സിറാജുദ്ദീൻ ഖുറേഷിയാണ് വിധി പറഞ്ഞത്. 50,000 രൂപയുടെ 2 ആൾജാമ്യത്തിലാണ് ജാമ്യം അനുവദിച്ചത്. പാസ്പോർട്ടും കോടതിയിൽ കെട്ടിവെക്കണം, രാജ്യം വിട്ടുപോകരുത് എന്നിവയാണ് മറ്റ് ഉപാധികൾ. ഇന്ന് തന്നെ കന്യാസ്ത്രീകൾ ജയിൽ മോചിതരാകും. 9 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് ഇവർ പുറത്തിറങ്ങുന്നത്. ഇവർക്ക് പ്രത്യേക പരിഗണനയൊന്നും നൽകിയില്ല എന്ന് ചുരുക്കം. കത്തോലിക്ക സഭയും ബിഷപ്പന്മാരും മറ്റ് സഭകളിലെ കൂദാശ തൊഴിലാളികളും സകല രാഷ്ട്രീയക്കാരന്മാരും തലകുത്തി മറിഞ്ഞിട്ടും യാതൊരു ബലവും ഉണ്ടായിരുന്നില്ല. സാധാരണ ഇപ്രകാരം ഒരു കേസുണ്ടായാൽ എന്താണോ പ്രോട്ടോകോൾ അതുപോലെ തന്നെയാണ് ഇവരുടെ കേസും കോടതി പരിഗണിച്ചത്. പ്രോസിക്യൂഷൻ കാര്യമായി എതിർക്കാതിരുന്നത് കൊണ്ട് മാത്രം ജാമ്യം കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം. ഇനി കത്തോലിക്ക സഭ ബാക്കി നോക്കിക്കോളും. പണം വാരിയെറിഞ്ഞ് മൊഴി മാറ്റിക്കും, കേസും അട്ടിമറിക്കും, എന്നിട്ട് വീണ്ടും നിലവിളിക്കും നിരപരാധികളെ ചുമ്മാ പിടിച്ച് ക്രൂശിച്ചേ എന്ന്. പറ്റിയാൽ 2 മടത്തിലമ്മമാരെയും സഹനദാസികളുമാക്കി അടുത്ത കച്ചവടവും ഇവർ ആരംഭിക്കും. അസിസി സിസ്റ്റേഴ്സ് സന്യാസിനി സമൂഹത്തിലെ ജീവനക്കാരായ വന്ദന ഫ്രാൻസിസിനെയും സിസ്റ്റർ പ്രീതി മേരിയെയും ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചായിരുന്നു പോലീസ് അറസ്റ്റ് ചെയ്തത്. ബജ്രംഗ് ദൾ പ്രവർത്തകർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. മനുഷ്യക്കടത്ത്, നിർബന്ധിത മതപരിവർത്തനം എന്നിവ ആരോപിച്ചാണ് ബജ്രംഗ് ദൾ പ്രവർത്തകർ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ കന്യാസ്ത്രീകളെ തടഞ്ഞുവെച്ചത്. ഗുരുതര വകുപ്പുകളാണ് കന്യാസ്ത്രീകൾക്കെതിരെ പോലീസ് ചുമത്തിയത്. മനുഷ്യക്കടത്തും നിർബന്ധിത മതപരിവർത്തനവും അടക്കം 10 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റങ്ങൾ ചുമത്തിയാണ് FIR തയ്യാറാക്കിയിരിക്കുന്നത്. മടത്തിലമ്മമാരുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ 9 ദിവസങ്ങളായി കത്തോലിക്ക സഭയും ഇതര സഭകളിലെ മതക്കച്ചവടക്കാരന്മാരും വലിയ കോലാഹലങ്ങളാണ് രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തുടനീളം ഇവർ പ്രകടനങ്ങളും പ്രതിഷേധ റാലികളും വിരട്ടൽ പ്രസംഗങ്ങളും ഒക്കെയായി ഇവർ രാജ്യത്തെ സ്തംഭിപ്പിക്കുവാൻ ശ്രമിച്ചു. രാഷ്ട്രീയക്കാരന്മാർ ഏറ്റുപിടിക്കുന്നതിനെ നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം അവസരം മുതലാക്കുക എന്നത് രാഷ്ട്രീയക്കാരുടെ ശൈലിയാണ്. അവർ അത് ചെയ്യുന്നു. എന്നാൽ ക്രിസ്തുവിൻ്റെ അനുയായികൾ എന്നവകാശപ്പെടുന്ന, ഒരു കർണത്തടിച്ചാൽ മറുകർണം കാണിച്ചു കൊടുക്കണമെന്ന് പഠിപ്പിച്ച, സമാധാനത്തിൻ്റെയും സഹനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പര്യായമായ യേശുക്രിസ്തുവിനെ പിന്തുടരുന്നവർ എന്ന് അവകാശപ്പെടുന്ന ലോഹത്തൊഴിലാളികൾ ഒരു ചെറിയ അറസ്റ്റിൻ്റെ പേരിൽ ഇത്ര ഹാലിളകിയത് എന്തിനാണെന്ന് മാത്രം മനസ്സിലാകുന്നില്ല. ക്രൂശിനെ അനുഗമിക്കുന്നവർക്ക് കഷ്ടതകളും വെല്ലുവിളികളും പ്രതിസന്ധികളും കൂടപ്പുറപ്പുകളാണ്. ക്രിസ്തുവിനെ ക്രൂശിലേറ്റി, ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത യൂദായെ ഒഴികെ ബാക്കി എല്ലാ ശിഷ്യന്മാരെയും മൃഗീയമായി കൊന്നുകളഞ്ഞു. അവരുടെ മാർഗം പിൻപറ്റിയ സ്ലേഹന്മാരെയും സഹോദരന്മാരെയും നിർദാക്ഷിണ്യം കൊല ചെയ്തു. ഇതാണ് യഥാർത്ഥ ക്രൈസ്തവ സാക്ഷ്യം. ലോഹത്തൊഴിലാളികളുടെ അവിഞ്ഞ പ്രസംഗങ്ങളല്ല, പക്ഷേ മിനകെട്ട അരമനകളിൽ അണ്ടിപ്പരിപ്പും വൈനുമടിച്ചിരിക്കുന്ന, സ്തോത്രകാഴ്ചയും ദശാംശവും പിടുങ്ങി തിന്നു വീർത്തിരിക്കുന്ന, വിശുദ്ധ വേദപുസ്തകം കണ്ടിട്ട് പോലുമില്ലാത്ത ലോഹയിട്ട മോന്മാർക്ക് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ സാരാംശം മനസ്സിലാക്കി കൊടുക്കുവാൻ ഞങ്ങൾ ഇന്നൊന്ന് ആഗ്രഹിക്കുകയാണ്. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ബിഷപ്പന്മാരെ, പാതിരിമാരെ, മഠത്തിലെ അമ്മമാരെ, അമ്മുമ്മമാരെ, നിങ്ങൾ ഗിരിപ്രഭാഷണം എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ചുരുക്കിയൊന്ന് ഞാൻ പറയാം. വിശുദ്ധ വേദപുസ്തകത്തിലെ പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിൻ്റെ സുദീർഘമായ പ്രഭാഷണങ്ങളും ഉപദേശങ്ങളും വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മലയാളത്തിലുമുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിലുള്ള ക്രിസ്തുവിൻ്റെ ധർമ്മോപദേശമാണ് ഗിരിപ്രഭാഷണം അഥവാ മലയിലെ പ്രസംഗം, അല്ലെങ്കിൽ സെർമൺ ഓൺ ദ മൗണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഗലീലയിലെ മലമുകളിൽ വെച്ച് ക്രിസ്തു നടത്തിയ പ്രഭാഷണം ആയതിനാലാണ് ഗിരിപ്രഭാഷണം എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നത്. സെർമൺ ഓൺ ദ മൗണ്ട് എന്ന പേര് ആദ്യം ഉപയോഗിച്ചത് വിഖ്യാത ക്രിസ്ത്യൻ ചിന്തകൻ ഹിപ്പോയിലെ അഗസ്റ്റിനായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരും വലിയൊരു പുരുഷാരവും ഈ പ്രസംഗത്തിന് സാക്ഷ്യം വഹിച്ചിരുന്നു. ദൈവരാജ്യ പ്രവേശനത്തിനു വേണ്ടിയുള്ള ആഹ്വാനമാണ് ഗിരിപ്രഭാഷണത്തിൻ്റെ കാതൽ. ഈ വചനങ്ങൾ ലോകമെമ്പാടുമുള്ള വിശ്വവിഖ്യാതരായ അക്രൈസ്തവരായ പലരെ പോലും സ്വാധീനിച്ചിട്ടുള്ളതായി അവർ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി വരെ ഇത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ടും
12 കൊല്ലം സെമിനാറുകളിൽ പഠിച്ചിട്ടും കൂദാശകൾ നടത്തിയിട്ടും കുർബാനകൾ കളിച്ചിട്ടും നീയൊന്നും ഇത് വായിക്കുകയും ഗ്രഹിക്കുകയും ചെയ്തില്ലല്ലോ എൻ്റെ മോന്മാരെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ മാത്രം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. കുർബാന കളിയും ഭവനവേദനവും കഴിഞ്ഞ് സമയം കിട്ടിയാൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങൾ ഒന്ന് മനസ്സിരുത്തി വായിച്ചാൽ നിങ്ങൾക്ക് സ്വർഗരാജ്യ പ്രവേശനത്തിന് എന്ത് ചെയ്യണം എന്ന് കർത്താവ് അരുളി ചെയ്തത് എന്താണെന്ന് മനസ്സിലാവും. ഞാൻ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം പരാമർശിക്കുവാൻ കാരണം ഗിരിപ്രഭാഷണത്തിന്റെ സുവർണ ഭാഗമായി കരുതപ്പെടുന്നത് ഈ ആമുഖ സന്ദേശമാണ്. തൻ്റെ ശിഷ്യന്മാർക്ക് ഉണ്ടായിരിക്കേണ്ടുന്ന ധാർമ്മികവും ആത്മീകവുമായ അടിസ്ഥാന സ്വഭാവ ഗുണങ്ങളുടെ ഒരു പട്ടികയായി ഇതിനെ കണക്കാക്കുന്നു. ഈ ഗുണങ്ങളല്ലേ കർത്താവിൻ്റെ പ്രതിപുരുഷന്മാർ, കർത്താവിൻ്റെ മണവാട്ടിമാർ എന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് മിനിമം ഉണ്ടായിരിക്കേണ്ടുന്നത്. ശ്രദ്ധയോടെ കേൾക്കുക, ഞാൻ വായിക്കാം. കർത്താവ് പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി. അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു. അവൻ തിരുവായി മൊഴിഞ്ഞു അവരോട് ഉപദേശിച്ചതെന്തെന്നാൽ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. നീതിക്കായി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. നീതി നിമിത്തമായി പീഡിപ്പിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. കത്തോലിക്ക പാതിരികൾ ഇനിയുള്ള ഭാഗം ശ്രദ്ധിച്ച് കേൾക്കണം. എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പിൻ. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. 2 മർത്തലമ്മമാരെ വെറും 5-6 ദിവസം ജയിലിൽ അടച്ചപ്പോൾ നിങ്ങൾ എന്തിന് പ്രകാരം ലഹളയുണ്ടാക്കി? കർത്താവിന്റെ മണവാട്ടികൾ ജയിലിൽ കിടക്കുവാൻ എന്തിനു പേടിക്കണം? സിംഹക്കുട്ടിൽ കിടന്ന ദാനിയേലിനെ രക്ഷിച്ച ദൈവം ദുർഗിലെ ജയിലിൽ കിടക്കുന്ന നിങ്ങളെ രക്ഷിക്കുമോ എന്ന ഭയം എന്തിന്? വിശുദ്ധ ബൈബിൾ വായിക്കേണ്ടുന്ന സമയത്ത് നീയൊക്കെ മുത്തുച്ചിപ്പി വായിച്ചിരുന്നത് കൊണ്ടല്ലേ അപക്വമായ ഇത്തരം പ്രവർത്തനങ്ങൾ നിങ്ങളിൽ നിന്നുണ്ടായത്, ഭയപ്പാടുണ്ടാകുന്നത്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പടകിലുണ്ട് എന്ന് നീ അറിയുന്നില്ലയോ? അലറി വിളിക്കുന്നത് എന്തിനു നീ? ഒന്നുകിൽ ക്രിസ്തുവിൽ വിശ്വാസം വേണം. ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങിപ്പോകുവാൻ പറഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത്. അതെങ്ങനെ? ബൈബിൾ കൈകൊണ്ട് തുറക്കേണ്ടേ? ക്രിസ്തുവിന്റെ മാർഗം നിങ്ങൾക്ക് സ്വീകാര്യമല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ എന്ന പേര് മാറ്റി സാത്താനികൾ എന്ന് നിങ്ങൾക്കാക്കിക്കൂടെ? കുരിശ് നിന്റെയൊക്കെ കഴുത്തിൽ ഞാത്തിക്കൊണ്ട് നടക്കുവാനുള്ളതാണോ? ചന്തിവിട്ട തൊപ്പിയിൽ തുന്നിപ്പിടിപ്പിക്കാനുള്ളതാണോ കുരിശ്? കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുവാനുള്ളതാണോ കുരിശ്? ക്രൂശിന്റെ അനുഭവത്തിലൂടെ നാം കടന്നു പോകണം. പോകുവാൻ മനസ്സുള്ളവർ എന്നോടൊപ്പം ആ 2 വരി പാടിക്കൂ. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.